നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ഉദ്യോഗസ്ഥരുടെ നടപടികളെ രൂക്ഷമായി വിമർശിച്ച് മന്ത്രി പി പ്രസാദ്. കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർ ജനങ്ങളോട് ചക്രവർത്തിമാരെ പോലെയാണ് പെരുമാറുന്നതെന്ന് മന്ത്രി. ജനങ്ങളുടെ നികുതി പണമാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളമെന്ന് ഓർമ്മപ്പെടുത്തൽ. കേരളത്തിൽ 62 ലക്ഷം പേർക്കാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭ്യമാക്കുന്നതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. കൊല്ലം ജില്ലയെ IT കോറിഡോറായി മാറ്റുന്ന നടപടികൾ പുരോഗമിക്കുന്നു. ചിന്നക്കട പുള്ളിക്കടയിൽ IT പാർക്കിനോടൊപ്പം വർക്ക് നിയർ ഹോമും സാധ്യമാക്കുമെന്ന് മന്ത്രി. PS സുബാൽ MLAക്കെതിരായ വാചകങ്ങളുമായി SFI. പുനലൂർ SN കോളേജിലെ വിജയത്തെ തുടർന്ന് SFI ഉയർത്തിയ ബാനറിലാണ് MLAക്കെതിരായ വാക്കുകൾ. സുബാൽ അടവ് പഠിച്ച സ്കൂളിലെ ഹെഡ്മാസ്റ്ററുടെ പ്രസ്ഥാനമാണ് SFI എന്ന പ്രധാന തലക്കെട്ട്. കരുനാഗപ്പള്ളിയിൽ 6 കോടിയുടെ വികസന പദ്ധതികൾക്കായുള്ള എസ്റ്റിമേറ്റ് ഉടൻ പൂർത്തിയാകുമെന്ന് റെയിൽവേ. 2 ലിഫ്റ്റുകൾക്ക് അനുമതി. കായംകുളത്ത് അമൃത് ഭാരത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നവംബറിൽ പൂർത്തീകരിക്കും. പ്ലാറ്റ്ഫോം ഷെൽട്ടറുകളുടെ നീളം കൂട്ടാനും നിർദ്ദേശം. വിശദമായ വാർത്തകളിലേക്ക്. ഉദ്യോഗസ്ഥരുടെ നടപടികളെ രൂക്ഷമായി വിമർശിച്ച് മന്ത്രി പി പ്രസാദ്. കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർ ജനങ്ങളോട് ചക്രവർത്തിമാരെ പോലെയാണ് പെരുമാറുന്നതെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. ജനങ്ങളുടെ നികുതി പണമാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സംസ്ഥാനത്തെ സർക്കാർ ഉദ്യോഗസ്ഥരെയാണ് മന്ത്രി പി പ്രസാദ് രൂക്ഷമായി വിമർശിച്ചത്. ഉദ്യോഗസ്ഥർ പെരുമാറുന്നത് ചക്രവർത്തിമാരെ പോലെയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. നൂറിനാട് മറ്റപ്പള്ളി ഏലായിൽ സോളാർ ഫെൻസിംഗ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 2020 മറ്റപ്പള്ളി ഏലായിൽ പന്നി കുത്തി പരിക്കേൽപ്പിച്ച സോമൻ, ഷാജി എന്നിവർക്ക് ധനസഹായം ലഭിക്കുന്നതിന് വേണ്ട സർട്ടിഫിക്കറ്റ് നൽകാൻ വിസമ്മതിക്കുന്ന ഉദ്യോഗസ്ഥ നടപടിക്കെതിരെയായിരുന്നു മന്ത്രിയുടെ വിമർശനം. ജനങ്ങളുടെ നികുതി പണമാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഒരു തരത്തിലും അംഗീകരിക്കാനും ന്യായീകരിക്കാനും കഴിയാത്ത തരത്തിലുള്ള അലംഭാവം എന്നല്ല പറയേണ്ടത്, എന്ത് വാക്കാണ് അതിന് പറയേണ്ടതെന്ന് ആലോചിച്ച് നോക്കുക. അങ്ങേയറ്റത്തെ നിരുത്തരവാദപരമായ സമയമാണ്. 2020 സെപ്റ്റംബറിലെ കാര്യത്തിനകത്ത് ഇന്ന് വന്നിട്ടും ചില ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അതിന് ഇന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, ഇന്നതുപോലെ ആയിട്ടില്ല എന്നെല്ലാമാണ്. ഇവരെല്ലാം ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ചേരുന്ന ഖജനാവിൽ നിന്ന് കൃത്യമായ എന്നവണ്ണം ശമ്പളം കൈപ്പറ്റിയിരിക്കുന്നത് ഒത്തില്ല എന്ന് വന്ന് പറയാനല്ല. അവരെല്ലാം വന്നിരിക്കുന്നതെല്ലാം ഒരു ജനാധിപത്യമായതുകൊണ്ട് എല്ലാം വന്ന് നിൽക്കുന്നതാണ്. ഇവർക്കെല്ലാം വേണേൽ പറയാൻ കഴിയായിരിക്കും. ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും തോന്നലുണ്ടാവും, ഞങ്ങളെല്ലാവരും PSC പരീക്ഷ എഴുതി ജയിച്ച് വന്നു കയറി ഉദ്യോഗസ്ഥരായിരിക്കും. അത് കൃഷിയിലായിക്കോട്ടെ, പഞ്ചായത്തിൻ്റെ ആയിക്കോട്ടെ, ഏത് വകുപ്പിൻ്റെ ആയിക്കോട്ടെ. ഞങ്ങൾ PSC പരീക്ഷ എഴുതിയതുകൊണ്ട് ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾ കയറി ജോലിക്ക് കയറി, ഞങ്ങൾ എന്തോ വലിയ ആൾക്കാരാണ് ഒക്കെ. അത്രയും കാര്യമൊക്കെ വേണമെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. പക്ഷേ ഇങ്ങനൊരു PSC പരീക്ഷ ഉള്ളതും ആളിനെ എടുക്കുന്നതും ഇവിടെ ജനാധിപത്യം ഉള്ളതുകൊണ്ട് മാത്രം സംഭവിച്ച കാര്യമാണ്. ഏകാധിപത്യം ഉള്ളിടത്തോ രാജഭരണം ഉള്ളിടത്തോ ഒരു PSCയും ഉണ്ടാവില്ല. ഇവിടെ ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഉണ്ടായത്, ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ് ഈ ടെസ്റ്റ് ഉണ്ടായത്, ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ് ഈ ഉദ്യോഗ സംവിധാനം ഇങ്ങനെ ഉണ്ടായത്. MS അരുൺകുമാർ MLA അധ്യക്ഷത വഹിച്ചു. ഓരോ സെക്ടർ പരിശോധിച്ചാലും, വിദ്യാഭ്യാസമായാലും, കാർഷിക മേഖലയായാലും, അതേപോലെ തന്നെ ആരോഗ്യ മേഖലയായാലും, ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും ഈ കാലഘട്ടത്തിൽ എവിടെ നിന്നെല്ലാം ഫണ്ട് കണ്ടെത്താൻ കഴിയും, ആ ഫണ്ട് കൃത്യമായി കണ്ടെത്തുകയും അത് വിനിയോഗിക്കാനും പാലമേൽ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള സന്തോഷം. പാലമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B വിനോദ, ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S രജനി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം K അജയഘോഷ്, പഞ്ചായത്ത് അംഗം അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. ആയുഷ് ഹോമിയോപ്പതി വകുപ്പ്, കൊല്ലം ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ഹോമിയോ ആശുപത്രി എന്നിവ സംയുക്തമായി ജനനി കുടുംബ സംഗമം സംഘടിപ്പിച്ചു. സർക്കാർ തലത്തിൽ നടപ്പാക്കി വരുന്ന സൗജന്യ ചികിത്സാ പദ്ധതികളും അവയുടെ ഫലപ്രാപ്തിയും ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയാണ് ജനനി കുടുംബ സംഗമം സംഘടിപ്പിച്ചത്. മന്ത്രി J ചിഞ്ചുറാണി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു. ആയുഷ് ഹോമിയോ വകുപ്പ്, കൊല്ലം ജില്ലാ പഞ്ചായത്ത്, ജില്ലാ ഹോമിയോ ആശുപത്രി എന്നിവ സംയുക്തമായാണ് ജനനി കുടുംബ സംഗമം സംഘടിപ്പിച്ചത്. വന്ധ്യതാ ചികിത്സ, ഹോമിയോപ്പതിയുടെ സാധ്യതകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആയുഷ് ഹോമിയോപ്പതി വകുപ്പ് ജനനി പദ്ധതി നടപ്പാക്കുന്നത്. ജില്ലാ ഹോമിയോ ആശുപത്രിയിലാണ് ജനനി പദ്ധതിയുടെ പ്രവർത്തനം. സർക്കാർ തലത്തിൽ നടപ്പാക്കി വരുന്ന സൗജന്യ ചികിത്സാ പദ്ധതികളും അവയുടെ ഫലപ്രാപ്തിയും ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. മന്ത്രി J ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു.
നമ്മുടെ കേരള സർക്കാർ തന്നെ ആയുഷ് ഹോമിയോ വകുപ്പ് നടത്തിവരുന്ന ജനനി പദ്ധതി, അത് വന്ധ്യതാ ചികിത്സാ പദ്ധതിയിലൂടെ കൊല്ലം ജില്ലയിൽ നാം ഇന്നെടുത്ത് പരിശോധിക്കുമ്പോൾ 300 ദമ്പതികൾക്ക് സന്താന ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് വളരെ സന്തോഷകരമായി ഈ അവസരത്തിൽ നമുക്ക് പറയുന്നത്. സർക്കാർ തലത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. നല്ല സൗജന്യ ട്രീറ്റ്മെന്റ് ഉൾപ്പെടെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ വലിയ ആശുപത്രികളിൽ അതോടൊപ്പം തന്നെ ജനറൽ മെഡിസിൻ ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വന്ധ്യതാ ട്രീറ്റ്മെന്റ് നടത്തുന്നവർക്ക് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുമ്പോഴാണ് ഹോമിയോ മുഖേന ഇത്തരത്തിൽ ജനനി പദ്ധതി വളരെ വലുതായ നിലയിൽ കേരളത്തിൽ നടപ്പിലാക്കി അതിലൂടെ ഒട്ടനേകം കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുവാൻ നമ്മുടെ രക്ഷകർത്താക്കൾക്ക് കഴിഞ്ഞത്, അല്ലെങ്കിൽ നമ്മുടെ വനിതകൾക്ക് ഇത് കഴിഞ്ഞത് എന്നുള്ളത് എനിക്ക് പറയാം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ N ദേവിദാസ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ്, ജനനി ജില്ലാ കൺവീനർ ഡോക്ടർ മിനികുമാരി, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം J നജീബത്ത, ജില്ലാ ശിശുക്ഷേമ സമിതി സെക്രട്ടറി D ഷൈൻദേവ, ഹോമിയോപ്പതി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അച്ചാമ ലിനു തോമസ്, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി സായൂജ്, ഡോക്ടർ ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കേരളത്തിൽ 62 ലക്ഷം പേർക്കാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭ്യമാകുന്നതെന്ന് മന്ത്രി KN ബാലഗോപാൽ. കൊല്ലം ജില്ലയെ IT കോറിഡോറായി മാറ്റുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. ചിന്നക്കട പുള്ളിക്കടയിൽ IT പാർക്കിനോടൊപ്പം വർക്ക് നിയർ ഹോമും സാധ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കൊറ്റങ്കര പഞ്ചായത്തിലെ വികസന സദസ്സും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു KN ബാലഗോപാൽ. കൊറ്റങ്ങര ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന കൊല്ലം ചെങ്കോട്ട റോഡിന്റെ വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തി. ജില്ലയെ IT കോറിഡോറായി മാറ്റുന്ന നടപടികൾ പുരോഗമിക്കുന്നു. കുരീപ്പുഴയിൽ 7 ഏക്കറിൽ IT പാർക്ക് സ്ഥാപിക്കും. ചിന്നക്കട ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് പുള്ളിക്കടയിൽ IT പാർക്കിനൊപ്പം വർക്ക് നിയർ ഹോമും സാധ്യമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കരിക്കോട് ആധുനിക മത്സ്യ മാർക്കറ്റ് അങ്കണത്തിൽ കൊറ്റങ്കര ഗ്രാമപഞ്ചായത്തിലെ വികസന സദസ്സും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി ബാലഗോപാൽ. നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം, നമ്മുടെ നാട്ടിൽ നടക്കാനുള്ള സ്വസ്ഥത, ഭാവിയിലേക്കുള്ള ജോലി കിട്ടാനുള്ള സാധ്യത, പുതിയ സാഹചര്യങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ പഞ്ചായത്ത് കൊണ്ടുപോകാം, അത് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിൽ വേണം. വികസനം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ചേർന്നാണ്. അത് നന്നായി ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനമാണ് സംസ്ഥാനത്തെ പഞ്ചായത്ത് മുതൽ അങ്ങ് സംസ്ഥാന ഗവൺമെൻറ് വരെ കേരളത്തിലെ ഗവൺമെൻറ് നടത്തുന്നത്. ഞാൻ ഓരോ സ്കൂളുകളുടെയും കോളേജുകളുടെയും ഒക്കെ സൗകര്യം വന്നേക്കുന്നത് പറയുന്നില്ല. ഓരോ രംഗത്തും മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ കരിക്കോട് തന്നെ എത്രയോ പുതിയ കാര്യമാണ്. ഇപ്പം ഈ സമയത്ത് പണിഞ്ഞല്ലേ ഇതൊക്കെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ. പണ്ടേ മാർക്കറ്റിന് കുറേ സ്ഥലം മേടിച്ചിട്ടിരുന്നത് ഇവിടെയാണ്. ഞാൻ MP ആയിരിക്കുമ്പോൾ അന്ന് നമ്മളിവിടെ പരിപാടിക്ക് വന്നിട്ടുള്ളതാണ്. ഇതൊക്കെ കേരളത്തിൽ ചിന്തിക്കാൻ പറ്റൂ. ഇതെല്ലാം കേരളത്തിലെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. മനുഷ്യന് പരസ്പരം സ്നേഹം ഉണ്ടാവുന്ന തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അതിൻ്റെ പേരാണ് വികസനം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് ഈ നന്മ കൊണ്ട് നടക്കുന്ന ഒരു മുന്നണി എന്ന നിലയിലാണ്. സാധാരണക്കാരന് ജീവിക്കുക എന്നുള്ളതാണ്, സുരക്ഷിതത്വം ഉണ്ടാവുക എന്നുള്ളതാണ്, വികസനം ഉണ്ടാവുക എന്നുള്ളതാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭാവിക്ക് കൂടുതൽ ആളുകളോട് നിലനിൽക്കുക എന്നുള്ളതാണ്. അതിന് പറ്റുന്ന ധാരാളം കാര്യങ്ങളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടും നടക്കുന്നത്. കൊറ്റക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനീതകുമാരി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ വികസന സദസ്സിൽ അറിയിച്ചു. വെളിയം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അജയ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ലൈവ് ഭവന പദ്ധതി ഗുണഭോക്താക്കളുടെ കുടുംബസംഗമം, അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപനം, ടേക്ക് ബ്രേക്ക് കെട്ടിടം, ഹരിതകർമ്മസേന ബൈലിംഗ് മെഷീൻ, MCF ഉദ്ഘാടനങ്ങൾ, കൊറ്റങ്കര ഹോമിയോ ആശുപത്രി മോഡൽ ഡിസ്പെൻസറിയായി പ്രഖ്യാപിക്കൽ തുടങ്ങി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു. ഹരിതകർമ്മസേന, ആശാവർക്കർമാർ, അംഗനവാടി പ്രവർത്തകർ, കാർഷിക കർമ്മസേന പ്രവർത്തകർ എന്നിവരെ ആദരിച്ചു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ R സുരേഷ് ബാബു പഞ്ചായത്തിന്റെ വികസന കാഴ്ചപ്പാട് അവതരിപ്പിച്ചു. മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B യശോദ, വൈസ് പ്രസിഡന്റ് H ഹുസൈൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിമോൾ, ഷിജു, S മജീന, S ശിവകുമാർ, ഫാറൂഖ് നിസാർ, K സതീശൻ, ശാരദ, GS സരിത, G രഘുനാഥൻ, ഷേർലി സത്യദേവൻ, N ഷേർലി, ബിന്ദു ശ്രീകുമാർ, ഷീജ സജീവ്, നാജിയത്ത് ബീവി, TS മണിവർണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ഞായറാഴ്ച കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വൈദ്യുതി മുടങ്ങും. ഇടപ്പോൺ 220 kV സബ്സ്റ്റേഷനിലെ പുനരുദ്ധാരണ പ്രവൃത്തികളുടെ ഭാഗമായി ഇടപ്പോൺ കായംകുളം 110 kV ലൈൻ ഓഫാക്കുന്നതിനാലാണ് കായംകുളം ഓച്ചിറ സബ്സ്റ്റേഷനുകളിൽ നിന്നുള്ള എല്ലാ 11 kV ഫീഡറുകളിലെയും വൈദ്യുതി വിതരണം പൂർണ്ണമായും മുടങ്ങുന്നത്. ഇടപ്പോൺ 220 kV സബ്സ്റ്റേഷനിലെ പുനരുദ്ധാരണ പ്രവൃത്തികളുടെ ഭാഗമായാണ് ഇടപ്പോൺ കായംകുളം 110 kV ലൈൻ ഓഫാക്കുന്നത്.
ഇതിന്റെ ഭാഗമായാണ് 12-ന് രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 വരെ കായംകുളം ഓച്ചിറ സബ്സ്റ്റേഷനുകളിൽ നിന്നുള്ള എല്ലാ 11 kV ഫീഡറുകളിലെയും വൈദ്യുതി വിതരണം പൂർണ്ണമായും തടസ്സപ്പെടുന്നത്. കായംകുളം ടൗൺ, കൃഷ്ണപുരം, കൊപ്രാപുര, സ്പിന്നിംഗ് മിൽ, കരിയിലക്കുളങ്ങര, എരുവ, മാവിലേത്ത്, പെരുമ്പള്ളി, മുതുകുളം, കണ്ടല്ലൂർ, ദേശീയപാത, ചൂളത്തെരുവ്, അമൃത, ഓച്ചിറ ടൗൺ, ദേവികുളങ്ങര, അഴീക്കൽ, ക്ലാപ്പന, ചങ്ങൻകുളങ്ങര എന്നിവിടങ്ങളിലാണ് വൈദ്യുതി പൂർണ്ണമായോ ഭാഗികമായോ തടസ്സപ്പെടുന്നതെന്ന് KSEB അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കായംകുളം. പുനലൂർ മാർക്കറ്റിലെ പൊതു ശൗചാലയം പൂട്ടിയതിൽ പ്രതിഷേധം. മീറ്ററുകൾ താണ്ടിയുള്ള പൊതു ശൗചാലയത്തെ ആശ്രയിച്ച വ്യാപാരികൾ. മനസ്സിലായി. അതുകൊണ്ട് ഇങ്ങനെ കറങ്ങുന്നതിനെക്കാട്ടി പുനലൂർ ശ്രീരാമവർമ്മപുരം മാർക്കറ്റിൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന പൊതു ശൗചാലയം മാർക്കറ്റ് നവീകരണത്തിന്റെ ഭാഗമായി മുന്നറിയിപ്പില്ലാതെ അടച്ചുപൂട്ടിയതിനെതിരെ വ്യാപാരികളും തൊഴിലാളികളും പ്രതിഷേധിച്ചു. അജീഷിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത്. ശൗചാലയം അടച്ചതിനെ തുടർന്ന് വ്യാപാരികളും മാർക്കറ്റിലെ തൊഴിലാളികളും മാത്രമല്ല മാർക്കറ്റിലെത്തുന്ന പൊതുജനങ്ങളും കനത്ത ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. മാർക്കറ്റിനോട് ചേർന്ന പ്രദേശങ്ങളിൽ മറ്റൊരു പൊതു ശൗചാലയം ഇല്ലാത്തതിനാൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ചില്ലറ വ്യാപാരികളും ഡ്രൈവർമാരും മീറ്ററുകൾ താണ്ടി ദൂരെയുള്ള ശൗചാലയങ്ങളിലാണ് പോകേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് ദിവസേന മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന ലോഡിംഗ് തൊഴിലാളികൾ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് സൗകര്യമില്ലാതെ രാത്രികാലങ്ങളിൽ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ഞങ്ങളെ 10-40 രൂപയൊക്കെ മുടക്കി ഓഫീസിലൊന്നും പോകാനൊക്കത്തില്ല. ഇവിടെ ഇത്ര വർഷം കൊണ്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നവരാ. ബാത്റൂമിൽ പോകാനുള്ള സ്ഥലമില്ല. എല്ലാവർക്കും ഈ ഒറ്റ ബാത്റൂമേ ഉള്ളൂ. ആ ബാത്റൂമിൽ പോകേണ്ട ആവശ്യത്തിന് ഞങ്ങൾ വീട്ടിൽ പോകണമെങ്കിൽ 100, 150, 200 രൂപ മുടക്കി ഞങ്ങൾ ഓരോരുത്തരും വീട്ടിൽ പോയിട്ട് വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ ബസ്സിൽ വന്ന് ഇറങ്ങുന്നവർക്കും ഈ വ്യാപാരികൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ബാത്റൂം ഞങ്ങൾക്ക് അത്യാവശ്യം. ഇപ്പോൾ കടക്കാരൊക്കെ ഉണ്ട്, അവർ ഒന്നിനൊക്കെ പോകണമെങ്കിൽ എവിടെ പോകും? ഏതായാലും കടകളിൽ പോകാൻ ഒക്കും. അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്, പക്ഷെ അവർ ലോക്ക് ചെയ്തിട്ടുണ്ട്, പോകാൻ പറ്റുന്നില്ല. അതിന് ചെറിയൊരു സൗകര്യം മുനിസിപ്പാലിറ്റി ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ അവരെവിടെ പോകും? മൂത്രമൊഴിക്കാൻ പിടിച്ചു നിർത്തുന്ന സാധനമൊന്നും അല്ല ഇത്. പ്രതിഷേധക്കാർ കരാർ കമ്പനി ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ശൗചാലയം അടച്ചുപൂട്ടിയതെന്ന മറുപടിയാണ് ലഭിച്ചത്. മുനിസിപ്പാലിറ്റിയുടെ അനാസ്ഥയാണ് ഇത്തരം പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കുന്നതെന്നും മുനിസിപ്പാലിറ്റി അധികൃതർ ഉടൻ പരിഹാരം കണ്ടെത്തി പുതിയ ശൗചാലയം ഒരുക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും വ്യാപാരികളും തൊഴിലാളികളും അറിയിച്ചു. ഞങ്ങൾക്ക് ബാത്റൂമിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുന്നതിന് അസൗകര്യങ്ങളുണ്ട്. അതിന് ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റി ഒരു ബാത്റൂം ഞങ്ങൾക്ക് ഇട്ട് തന്നാലേ പറ്റത്തുള്ളൂ. ഈ മാർക്കറ്റിൽ വന്നു പോകുന്നവർക്കെല്ലാം ഈ ബാത്റൂമിന് ഒരു അത്യാവശ്യ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് സഹായിച്ചു തന്നാലേ പറ്റും. അപ്പോൾ ഒരു 50 രൂപ മുടക്കി വീട്ടിൽ പോകാം. ഡെയിലി 100, 150 രൂപ മുടക്കി നമുക്ക് പോകാൻ പറ്റുമോ? അതിനേക്കാളുള്ള കച്ചവടമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്താലേ പറ്റും. നമ്മുടെ തന്നെയല്ല, ഇവിടെ വരുന്ന ജനങ്ങൾക്ക് ഇത് ഒരു അസൗകര്യമായിട്ട് തന്നെ വരുമോ? എല്ലാം കാലേ കൂടെ അരിത്തൂറി എടുത്ത് പോകുമല്ലേ. ഇവിടെ വരുന്നവർക്ക് 10-200 രൂപ കൊടുത്ത് തിരിച്ച് വീട്ടിൽ പോയി ബലമത്സരം ചെയ്തിട്ട് വരാൻ പറ്റും. ചന്തയ്ക്കകത്ത് വന്നിരുന്ന 500 രൂപ കാശ് കിട്ടത്തില്ല. ഈ സാഹചര്യത്തിൽ 10-200 രൂപ മുടക്കി ഈ പ്രസ്ഥാനം ഇട്ടിട്ട് വീട്ടിൽ പോയി തിരിച്ചു വരാൻ പറ്റുമോ? ഇതുകൊണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ഈ സൈഡ് കൊണ്ട് ഈ സൈഡിൽ ഒരു സീറ്റ് ഇറക്കിയിട്ട് ഇതിലേക്കൊരു വൈകി തന്നാൽ എല്ലാവർക്കും സൗകര്യം. ഈ ബസ് സ്റ്റാൻഡുകൾ ചുമട്ടുകാർ, ഈ കിടക്കുന്ന ആട്ടോക്കാരും, ഈ മാർക്കറ്റിലെ കച്ചവടക്കാർ, സ്ത്രീകൾ, കുട്ടികൾ എല്ലാവരും ഉണ്ട്. ഡെയിലി 10, 500, 800, 1000 രൂപ ഇവിടെ വിൽക്കുന്ന സ്ഥാപനമാണ്. ഇത് വിൽക്കുന്നത് കൊണ്ടല്ല, ഈ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നടക്കണ്ടേ. ഈ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി ഇത് തുറന്നു തരണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുക. ന്യൂസ് ബ്യൂറോ, പുനലൂർ. നന്ദനയ്ക്ക് കൈത്താങ്ങാകാൻ സ്വകാര്യ ബസ്. തലച്ചോറിൽ രക്തം കട്ടപിടിക്കുന്ന രോഗം ബാധിച്ച മൈനകപ്പള്ളി സ്വദേശിനി നന്ദനയുടെ ചികിത്സയ്ക്കായാണ് സ്വകാര്യ ബസ് കാരുണ്യയാത്ര നടത്തിയത്. കരുനാഗപ്പള്ളി കുണ്ടറ റൂട്ടിൽ സർവീസ് നടത്തുന്ന സുൽത്താൻ ബസ്സാണ് കാരുണ്യയാത്ര നടത്തിയത്. തലച്ചോറിൽ രക്തം കട്ടപിടിക്കുന്ന അപൂർവ രോഗം ബാധിച്ച മൈനാഗപ്പള്ളി സ്വദേശിനി നന്ദനയുടെ ചികിത്സയ്ക്കായാണ് കരുനാഗപ്പള്ളി കുണ്ടറ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സായ സുൽത്താൻ കാരുണ്യ യാത്ര നടത്തിയത്. നന്ദനയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വലിയ തുക ചെലവാകുന്ന സാഹചര്യത്തിലാണ് സുൽത്താൻ ബസ് ജീവനക്കാരുടെ കാരുണ്യ യാത്ര. കരുനാഗപ്പള്ളി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ അരുൺ കാരുണ്യയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. നമ്മുടെ ഒരു ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് ഒരു കാരുണ്യയാത്രയാണ് സുൽത്താൻ ഇന്ന് ഓടുന്നത്. 8/10/2025 ബുധനാഴ്ച, അതായത് ഇന്ന് ഓടുന്ന മുഴുവൻ തുകയും ആ ചികിത്സാ സഹായത്തിന് കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ യാത്രക്കാരും പിന്നെ അതുകൂടെ മറ്റ് സുഹൃത്തുക്കളും മറ്റ് ആൾക്കാരും ഒരുപാട്
സഹായം പിന്തുണകളുമുണ്ട്. പിന്നെ ഈ നന്ദന എന്ന കുട്ടി, അതായത് മൈനാപ്പള്ളി സ്വദേശിയാണ്. അത് ഇതിനുപരി വർഷങ്ങൾക്ക് മുമ്പ് പ്രൈവറ്റ് ബസ് ഓടിക്കൊണ്ടിരുന്ന ഒരു തൊഴിലാളികളുടെ മോളും കൂടിയാണ്. തലച്ചോറിൻ്റെ രക്തം കട്ടിപിടിക്കുന്ന ഒരു മാരകമായ അസുഖമാണ്. അതിനു വേണ്ടിയാണ് ഇന്ന് നമ്മൾ കാരുണ്യയാത്ര സുൽത്താൻ്റെ ഇതോടെ നമ്മുടെ ഒറ്റ ബസ്, അതായത് കരുനാഗപ്പള്ളി കുണ്ട്ര സർവീസ് നടത്തുന്ന നമ്മുടെ ബസ്സിൽ നിന്ന് അതിനു വേണ്ടിയാണ് ഓടുന്നത്. ഇതിൽ കിട്ടുന്ന മുഴുവൻ തുകയും, അതായത് സ്റ്റാഫുമാരുടെ ശമ്പളം പോലും എടുക്കാതെ മുഴുവൻ തുകയും ഈ കുട്ടിക്ക് വേണ്ടി കൊടുക്കാനാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ബസ് ജീവനക്കാർ ശമ്പളം കൈപ്പറ്റാതെയാണ് കാരുണ്യയാത്രയ്ക്കായി സർവീസ് നടത്തിയത്. യാത്രക്കാരുടെയും പൂർണ്ണമായ സഹകരണം ഉണ്ടായിരുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സുൽത്താൻ ബസ് ജീവനക്കാർ സ്തുത്യർഹമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്ന് ബസ് ഉടമ അൻവർ സുൽത്താൻ പറഞ്ഞു. ഇതിനു മുമ്പും പലതവണ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മുടെ രീതിയിൽ നിന്ന് ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് തിരിച്ചു വരട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. പിന്നെ അതുപോലെ നമ്മുടെ സൗഹൃദ കൂട്ടായ്മ, അതായത് ഈ പറഞ്ഞിക്ക ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ച് ഏറ്റവും മുൻകൈ ഇട്ട് നിൽക്കുന്ന പ്രൈവറ്റ് ബസ്സിലെ സ്റ്റാഫുമാർക്കാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത്. അവരുടെ ഒരു സപ്പോർട്ടും പിന്തുണയും ആണ് ഇതിനകത്ത് മെയിനായിട്ട് എനിക്കുണ്ടായത്. അവരുടെ ഒരു സപ്പോർട്ടിൻ്റെ ഇതിനു വേണ്ടിയാണ് ഞാനിങ്ങനെ യാത്രയും പ്ലാൻ ചെയ്തത്. കാരുണ്യ യാത്രയിലൂടെ സമാഹരിച്ച തുക ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത നന്ദനയുടെ കുടുംബത്തിന് കൈമാറി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പേരയം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന ചികിത്സ പുനരാരംഭിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഫണ്ട് വകയിരുത്തിയത്. ആവശ്യമായ നിയമനങ്ങളും നടത്തി. പേരയം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് സായാഹ്ന ചികിത്സ പുനരാരംഭിച്ചത്. ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇതിനാവശ്യമായ ഫണ്ട് വകയിരുത്തിയത്. ഡോക്ടർ, ഫാർമസിസ്റ്റ്, നഴ്സ് എന്നിവരെ ഗ്രാമപഞ്ചായത്ത് നിയമിക്കുകയും ചെയ്തു. 2021-22 പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലയിൽ ആദ്യമായി സായാഹ്ന ചികിത്സാ സൗകര്യം പേരയം ഗ്രാമപഞ്ചായത്തിലാണ് ആരംഭിച്ചത്. പദ്ധതി രേഖ മാനദണ്ഡത്തിൽ സർക്കാർ മാറ്റം വരുത്തിയത് മൂലമാണ് പദ്ധതി ഇടയ്ക്ക് വെച്ച് നിർത്തിയത്. പദ്ധതിയേതര ഫണ്ടിൽ നിന്നും ജീവനക്കാർക്ക് ആവശ്യമായ ശമ്പളം നൽകാമെന്നാണ് ആദ്യം ഉത്തരവുണ്ടായിരുന്നത്. പിന്നീട് പദ്ധതി ഫണ്ടിൽ നിന്നോ തനത് ഫണ്ടിൽ നിന്നോ മാത്രമേ ശമ്പളം നൽകാൻ കഴിയൂ എന്ന് സർക്കാർ ഉത്തരവിട്ടു. ഇതുമൂലം ഇടയ്ക്ക് വെച്ച് OP സൗകര്യം നിർത്തിവെക്കേണ്ടി വന്നു. ഇനി മുതൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5 വരെയും ഞായറാഴ്ച ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2 വരെയും ആശുപത്രിയുടെ പ്രവർത്തനമുണ്ടാകും. സായാഹ്ന ചികിത്സ പുനരാരംഭിച്ചതിന്റെ ഉദ്ഘാടനം പേരയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ അധ്യക്ഷത വഹിച്ചു. B സ്റ്റാഫോർഡ് വിനോദ് പാപ്പച്ചൻ, എൻ ഷേർലി, ലതാ ബിജു, വൈ ചെറുപുഷ്പം, B സുരേഷ്, ഡോക്ടർ ഷീജ ഫിലിപ്പ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞ മാസം അനുവദിച്ച 6 കോടിയുടെ വികസന പദ്ധതികൾക്കായുള്ള എസ്റ്റിമേറ്റ് ഉടൻ പൂർത്തിയാകുമെന്ന് റെയിൽവേ. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നവംബറോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. 2 ലിഫ്റ്റുകൾക്ക് അനുമതിയായി. കായംകുളത്ത് നടന്നുവരുന്ന അമൃത് ഭാരത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നവംബർ അവസാനത്തോടെ പൂർത്തിയാകുമെന്ന് റെയിൽവേ അധികൃതർ ഉറപ്പു നൽകി. പ്ലാറ്റ്ഫോം ഷട്ടറുകളുടെ നീളം കൂട്ടാനും വിശ്രമമുറികളും കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ഉടൻ സജ്ജമാക്കാനും നിർദ്ദേശിച്ചു. MPയും റെയിൽവേ ഉദ്യോഗസ്ഥരും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ പരിശോധന നടത്തിയ ശേഷമാണ് തീരുമാനം അറിയിച്ചത്. കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ മാസം അനുവദിച്ച 6 കോടിയുടെ വികസന പദ്ധതികൾക്കായുള്ള എസ്റ്റിമേറ്റ് ഉടൻ പൂർത്തിയാക്കും. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നവംബറോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ഉന്നതതല യോഗത്തിൽ ധാരണയായി. 2 ലിഫ്റ്റുകൾക്ക് അനുമതിയുണ്ട്. പ്ലാറ്റ്ഫോം ഷെൽട്ടറുകൾ, കാത്തിരിപ്പ് മുറികൾ, അംഗപരിമിതർക്കുള്ള ശൗചാലയങ്ങൾ, പുതിയ റിസർവേഷൻ കൗണ്ടർ എന്നിങ്ങനെ യാത്രക്കാർക്കുള്ള സൗകര്യങ്ങൾ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ സജ്ജീകരിക്കും. സ്റ്റേഷന് കിഴക്കുഭാഗത്തെ നിലവിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന ഭൂമി വൃത്തിയാക്കി 2ാമത്തെ പാർക്കിംഗ് ഗ്രൗണ്ടാക്കി ക്രമീകരിക്കാനും നിർദ്ദേശം നൽകി. ഇതിനാവശ്യമായ തുക ഉടൻ അനുവദിക്കും. സ്റ്റേഷൻ കെട്ടിട പുനർനിർമ്മാണം ഉൾപ്പെടെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും വരുന്ന 6 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഓച്ചിറയിൽ നടന്നുവരുന്ന ഫുട് ഓവർ ബ്രിഡ്ജിന്റെ നിർമ്മാണം 2 മാസത്തിനകം പൂർത്തിയാക്കാമെന്നും റെയിൽവേ ഉറപ്പു നൽകി. ഇടക്കുളങ്ങര റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുന്നതിന് തടസ്സങ്ങൾ നീക്കണമെന്നും നിർദ്ദേശമുണ്ട്. കായംകുളത്ത് നടന്നു വരുന്ന അമൃത് ഭാരത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നവംബർ അവസാനത്തോടെ പൂർത്തിയാക്കുമെന്ന് റെയിൽവേ അധികൃതർ ഉറപ്പു നൽകി. പ്ലാറ്റ്ഫോം ഷെൽട്ടറുകളുടെ നീളം കൂട്ടാനും വിശ്രമമുറികളും കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ഉൾപ്പെടെ ഉടൻ സജ്ജമാക്കാനും നിർദ്ദേശിച്ചു. സ്റ്റേഷനിലെ കുടിവെള്ള പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണം. അംഗപരിമിതർക്കുള്ള ശൗചാലയങ്ങൾ ഉൾപ്പെടെ കൂടുതൽ ടോയ്ലറ്റുകൾ സജ്ജീകരിക്കണം. അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്നും നിർദ്ദേശം നൽകി. പ്രധാന സ്റ്റേഷൻ കവാടം നവംബറോടെ യാത്രക്കാർക്ക് തുറന്നുകൊടുക്കാനാകുമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. നിർമ്മാണം ആരംഭിച്ച പുതിയ ഫുട്
ഫുട് ഓവർ ബ്രിഡ്ജ് അടുത്ത മാർച്ചോടെ ഉപയോഗ സജ്ജമാകും. കൂടുതൽ ലിഫ്റ്റുകളും സ്റ്റേഷനിൽ ക്രമീകരിക്കുമെന്നും റെയിൽവേ അറിയിച്ചു. മാമ്പ്രക്കന്നിയിൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കാനുള്ള തടസ്സം പരിഹരിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കരുനാഗപ്പള്ളി മുതൽ തുറവൂർ വരെയുള്ള ലോക്സഭാ മണ്ഡലത്തിലെ 7 പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ ഉന്നതതല റെയിൽവേ ഉദ്യോഗസ്ഥ സംഘവും KC വേണുഗോപാൽ MPയും സന്ദർശനം നടത്തിയതിനെ തുടർന്നാണ് തീരുമാനങ്ങൾ ഉണ്ടായത്. മൂന്ന് ട്രെയിൻ നിർത്തിക്കൊണ്ട് ആശ്രമത്തിൽ വന്ന നിരവധി ആൾക്കാർ ഇവിടെ വന്ന് യാത്ര നമ്മൾ ആലപ്പുഴ വഴിയുള്ള തീരദേശ റെയിൽപാത ഇരട്ടിപ്പിക്കൽ 3 പ്രത്യേക പദ്ധതികളാക്കി വിഭജിച്ച് നടത്തിപ്പ് വേഗത്തിലാക്കാനും റെയിൽവേ ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. മൊത്തം പദ്ധതി ചെലവ് ഇതോടെ 3ആയി വിഭജിക്കും. അമ്പലപ്പുഴ മുതൽ ആലപ്പുഴ വരെയുള്ള 14 കിലോമീറ്റർ പാത ഇരട്ടിപ്പിക്കുന്നത് ആദ്യഘട്ടമായി ഏറ്റെടുക്കും. ജനുവരിയോടെ DPR പൂർത്തിയാക്കുമെന്നാണ് അവലോകന യോഗത്തിൽ തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ അറിയിച്ചത്. ഹരിപ്പാട് സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ഷട്ടറുകളുടെ നീളം കൂട്ടാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്രോച്ച് റോഡ് ഉടൻ അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കും. കരുവാറ്റ, കുറ്റിത്തറ, ചെറുതന, മങ്കുഴി അടിപ്പാതകളിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ സ്ഥലം സന്ദർശിച്ച് നടപടിയെടുക്കാൻ റെയിൽവേ അധികൃതരെ ചുമതലപ്പെടുത്തി. അമ്പലപ്പുഴയിൽ കൂടുതൽ മിനി പ്ലാറ്റ്ഫോം ഷെൽട്ടറുകൾ സ്ഥാപിക്കും. ദൈനംദിന ഹ്രസ്വദൂര എക്സ്പ്രസ് ട്രെയിനുകൾ 1-ാം നമ്പർ പ്ലാറ്റ്ഫോം വഴി കടത്തിവിടാനാകുമോ എന്നത് പരിശോധിക്കാനും നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് യൂണിയൻ SFI നിലനിർത്തി. മുഴുവൻ ജനറൽ സീറ്റുകളിലും SFI വിജയിച്ചു. അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI യൂണിയൻ നിലനിർത്തി. തെരഞ്ഞെടുപ്പിൽ വിജയിച്ച SFI AESF പ്രവർത്തകർ അഞ്ചലിൽ പ്രകടനം നടത്തി. SFI മുഴുവൻ ജനറൽ സീറ്റുകളും നേടിയാണ് കോളേജ് യൂണിയൻ നിലനിർത്തിയത്. മുഴുവൻ ജനറൽ സീറ്റിൽ നമ്മൾ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ജോൺസ് കോളേജിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു വനിത ചെയർപേഴ്സണാണ് ഈ പ്രാവശ്യം നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് കൂടാതെ നമുക്ക് 7 സീറ്റുകളാണ് നമുക്ക് പ്രധാനപ്പെട്ടതായിട്ട് ഉള്ളത്. അതിൽ ചെയർപേഴ്സണായിട്ട് ഐലിയും വൈസ് ചെയർപേഴ്സണായിട്ട് നമുക്കുള്ളത് ഷാനിമോളും ജനറൽ സെക്രട്ടറി ആയിട്ട് അലിഫ് ഖാൻ 2 യൂസിമാരാണ്. അതിലൊന്ന് കൃഷ്ണയും നൗഫലുമാണ്. പിന്നുള്ളത് ആർട്സ് ക്ലബ്ബാണ്. അത് നമുക്ക് ശിവാനിയുമാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. സെക്കൻഡ് PG റെപ്പ് ഉൾപ്പെടെ 15 ക്ലാസ് റെപ്രസെന്റേറ്റീവ് സീറ്റുകളിൽ AESF വിജയിച്ചു. കള്ളത്തരങ്ങളെയും പൊള്ളത്തരങ്ങളെയും എല്ലാം പൊളിച്ചെഴുതിക്കൊണ്ട് AESFന് വലിയ വിജയം നേടിത്തന്ന വിദ്യാർത്ഥി സഹാക്കളെ മുഴുവൻ അഭിവാദ്യം ചെയ്യുന്നു. വരാൻ പോകുന്ന പോരാട്ടത്തിൽ എല്ലാവരുടെയും പിന്തുണ നമ്മുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിന് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കുണ്ടറ ഉപജില്ലാ ശാസ്ത്രമേളയ്ക്ക് തുടക്കമായി. 2 ദിവസമായാണ് ശാസ്ത്ര, ഗണിത, സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയമേള നടക്കുന്നത്. യുറേക്ക എന്ന പേരിലാണ് ശാസ്ത്രമേള സംഘടിപ്പിച്ചിട്ടുള്ളത്. കുണ്ടറ ഉപജില്ലാ ശാസ്ത്രമേളയ്ക്കാണ് തുടക്കമായത്. കുണ്ടറ KGVG UP സ്കൂളിലാണ് യുറേക്ക എന്ന പേരിൽ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കം കുറിച്ചത്. 13-ന് പ്രവൃത്തി പരിചയമേളയും ഗണിതശാസ്ത്രമേളയും നടക്കും. കേരളപുരത്ത് സോഷ്യൽ സയൻസ് മേള നടക്കുന്നുണ്ട്. അടുത്ത തിങ്കളാഴ്ച ഇവിടെ വെച്ച് വർക്ക് എക്സ്പീരിയൻസ് മേളയും MGD സ്കൂളിൽ വെച്ചിട്ട് ഗണിതശാസ്ത്ര മേളയും നടക്കുന്നുണ്ട്. ഇന്നിവിടെ LP, FP, HS, HSS വിഭാഗങ്ങളിലായിട്ട് 21 ഐറ്റങ്ങളിൽ ഏകദേശം 1000-ഓളം കുട്ടികൾ ഈ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. സമയബന്ധിതമായി ഈ മേള നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇവാലുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. PS സുബാൽ MLAക്കെതിരായ വാചകങ്ങളുമായി SFIയുടെ ബാനർ. കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പുനലൂർ SN കോളേജിലെ വിജയത്തെ തുടർന്ന് SFI ഉയർത്തിയ ബാനറിലാണ് MLAക്കെതിരായ വാക്കുകൾ ഉണ്ടായിരുന്നത്. സുബാൽ അടവ് പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ പ്രസ്ഥാനമാണ് SFI എന്നായിരുന്നു പ്രധാന തലക്കെട്ട്.
കേരള യൂണിവേഴ്സിറ്റിയിലെ കലാലയ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പുനലൂർ ശ്രീനാരായണ കോളേജിൽ വിജയിച്ച SFI ആഹ്ലാദ പ്രകടനത്തിന് മുന്നിലാണ് PS സുബാൽ MLAക്കെതിരായ വാചകങ്ങൾ നിറഞ്ഞ ബാനർ പിടിച്ചത്. സുബാൽ അടവ് പഠിച്ച സ്കൂളിലെ ഹെഡ്മാസ്റ്ററുടെ പ്രസ്ഥാനമാണ് SFI എന്ന പ്രധാന തലക്കെട്ടും ആളറിഞ്ഞ് കളിക്കണ്ടേ MLA സാറേ എന്ന അടിക്കുറിപ്പുമാണ് ബാനറിലുണ്ടായിരുന്നത്. ഈ ബാനറുമായാണ് പ്രവർത്തകർ പുനലൂർ SN കോളേജിൽ നിന്നും നഗരം ചുറ്റി പ്രകടനം നടത്തിയത്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട കോളേജ് യൂണിയൻ ഭരണം പുനലൂർ MLAയുടെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെയും പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരുടെ നിലപാടുകളെയും അതിജീവിച്ചാണ് SFI യൂണിയൻ തിരിച്ചുപിടിച്ചതെന്ന് SFI ഏരിയ ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ കോളേജ് യൂണിയനിൽ ABVPയും KSUം ഒത്തുചേർന്ന് ഒരുപാട് പോരായ്മകൾ ഞങ്ങൾക്കുണ്ടെന്ന് പ്രചരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ ഒരുപാട് സംഘർഷങ്ങൾ ഉണ്ടാക്കി. അതിനെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് നമ്മളെല്ലാം അതിനെ തകർത്തുകൊണ്ട് SFI എന്നുള്ള പോരാട്ടത്തിലൂടെ വിജയിച്ചിരിക്കുകയാണ്. ഇനിയുള്ള ഒരു വർഷക്കാലം നമ്മുടെ കയ്യിലെ യൂണിയനും മുന്നോട്ട് നമ്മൾ വളരെ ഊർജ്ജമായിട്ട് തന്നെ കൊണ്ടുപോകുമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് SFIക്കെതിരെ വലിയ നിലയിലേക്കുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടപ്പോഴും വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയം, ഏറ്റവും തിളക്കമാർന്ന വിജയമാണ് ഈ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുനലൂർ SN കോളേജിൽ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ CPI ജില്ലാ സെക്രട്ടറി കൂടിയായ MLA ഇടപെട്ടെന്ന് ആരോപിച്ചാണ് ബാനറിൽ സുബാലിന്റെ പേര് എഴുതിയത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മലയാളിയുടെ ഗൃഹാതുരതയാണ് കത്തുകൾ. ഡിജിറ്റൽ കാലത്തിനപ്പുറം കത്തുകൾക്കായി പോസ്റ്റ്മാനെ കാത്തിരുന്ന കാലം അനുഭവിച്ചവർക്ക് മറക്കാനാകില്ല. കാത്തിരിപ്പിനിടയിലോ അപ്രതീക്ഷിതമായോ കയ്യിൽ കിട്ടുന്ന കത്തുകൾ സമ്മാനിക്കുന്ന നെഞ്ചടിപ്പിന്റെ മധുരം അനുഭവിച്ചവർക്ക് ഇന്നും നെഞ്ചകത്തത് ആഘോഷമാണ്. ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ കത്തുകളും. പോസ്റ്റ്മാൻ വരുന്നതും കാത്തിരുന്ന കാലം. അവയെല്ലാം നമുക്ക് അന്യമാകുമ്പോഴും ഉള്ളിൽ എവിടെയോ പോസ്റ്റ്മാന്റെ സൈക്കിൾ ബെൽ അടിക്കുന്ന പോലെ ഒരു ഞെട്ടി ഉണരൽ. ഇവയെല്ലാം ഇന്ന് അന്യമാകുമ്പോൾ ഓർമ്മയുടെ വിഷാദച്ചവി പോലെ പോസ്റ്റ് ഓഫീസുകൾ. നഷ്ടപ്പെടലിന്റെ വിദൂരങ്ങളിൽ ഇന്നും പോസ്റ്റ് ഓഫീസുകൾ ഒരു കാഴ്ചയാണ്, ചില ഓർമ്മപ്പെടുത്തലുകളുടെ കാഴ്ച. വികാരങ്ങളും വിചാരങ്ങളും ഏറെ എഴുതി നിറച്ച നീല ഇൻലൻഡിൽ നിന്നും കാർഡിൽ നിന്നും ഞൊടിയിടയിൽ ഏത് വിശേഷവും കൈമാറാനും അത് കാണേണ്ടവർ കണ്ടെന്ന് ഉറപ്പാക്കാവുന്ന നീലട്ടിക്കുകളുടെ ഡിജിറ്റൽ ലോകത്തേക്കും നമ്മൾ മാറിയിരിക്കുന്നു. കാലം മാറി മറിയുകയാണ്. കാത്തിരിപ്പിനൊടുവിൽ അപ്രതീക്ഷിതമായി കയ്യിൽ കിട്ടുന്ന കത്തുകൾ സമ്മാനിക്കുന്ന മധുരം അത് ഒന്ന് വേറെ തന്നെയാണ്. അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഒരു ദശാബ്ദത്തിന് മുമ്പ് ഇത്തരത്തിൽ പോസ്റ്റ്മാന്റെ സൈക്കിൾ വരുന്നതും കാത്തുനിന്ന ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോസ്റ്റ് ഓഫീസുകളും നമ്മുടെ വികാരമായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ വ്യവസായികൾക്ക് വേണ്ടി ഒരു അക്കൗണ്ട് തുടങ്ങി. അത് ഞാൻ അതിനകത്ത് ആദ്യം തന്നെ അക്കൗണ്ട് എടുത്തു. എനിക്ക് നല്ല സേവനമായി ഈ പോസ്റ്റ് ഓഫീസിൽ കിട്ടുന്നത്. എനിക്ക് കടയിൽ സാധനം വാങ്ങിച്ചാൽ ഇത് ATM വഴിയായപ്പോൾ എടുക്കുന്നത്. പക്ഷേ എങ്കിലും അത് ഗുണകരമായ നല്ല ഇതാണ്. കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലായിക്കൊണ്ടുവന്നിരിക്കുന്ന ഈ പദ്ധതിയിൽ ഞാൻ ഇതിനകത്ത് ഒരു ഉപഭോക്താവ് എന്നുള്ള രീതിയിൽ എൻ്റെ ബിസിനസ്സിന് ഗുണകരമായ കാര്യം, ഒരാളൊരു സാധനം വാങ്ങിക്കാൻ വന്നാൽ അപ്പോഴേ ഈ ATMനകത്ത് വരുമ്പോൾ എനിക്ക് പിന്നെ ഈ SMS വഴിയുള്ള ഇത് വരുമ്പോൾ എനിക്ക് അതിനകത്ത് പൈസ കമ്മീഷനായിട്ടൊന്നും പോകുന്നില്ല. പോസ്റ്റ് ഓഫീസ് വഴി ആയതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാനിവിടെ ഇപ്പോൾ എനിക്കവിടെ പൈസ ആൾക്കാർ സാധനം വാങ്ങിക്കുമ്പം ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇടപ്പള്ളിക്കോട്ട പോസ്റ്റ് ഓഫീസിലാണ് നിൽക്കുന്നത്. അവിടെ ടൈറ്റാനിയത്തിനടുത്താണ് എൻ്റെ വീട്. ടൈറ്റാനിയത്തിനകത്ത് ചേർന്ന് കിഴക്ക് വശത്താണ്. പക്ഷേ അവിടെ എൻ്റെ ഷോപ്പിംഗ് അവിടെ ഞാൻ അവിടെ താമസിക്കുന്നത്. എന്നാൽ ഷോപ്പിംഗ് കൊണ്ട് അവിടുന്ന് ചങ്ങനാപുരത്ത് പോകുന്നതിനെക്കാട്ടി ഒരു എളുപ്പം കണ്ണങ്ങളെ പോസ്റ്റ് ഓഫീസിൽ വരുന്നത് പന്നര പഞ്ചായത്തിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. പക്ഷേ എന്നാലും വലിയ ബുദ്ധിമുട്ടില്ലാതെ എളുപ്പം പോവുകയും വാങ്ങുകയും ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് ഈ പോസ്റ്റ് ഓഫീസ് ഒരു വിശാലമായ പോസ്റ്റ് ഓഫീസായ കുറേ കൂടെ ജനങ്ങളിലേക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എത്തുകയാണെങ്കിൽ അവർ കൂടുതൽ അക്കൗണ്ട് എടുത്ത് ഈ പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെടുമെന്ന്. ഏറ്റവും കൂടുതൽ വ്യവസായം നടക്കുന്ന ഒരു മേഖലയായി ഇടപ്പള്ളി കോട്ട, ടൈറ്റാനിയം, പുത്തൻചന്ത ഈ മേഖലകളിലെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് ഓഫീസ് അവിടെ നിലനിൽക്കുന്നത്. ഓരോ കത്തുകളും ഓരോ ഓർമ്മപ്പെടുത്തലുകളാകുന്നു. ഞാൻ നിന്നെ ഓർക്കുന്നുണ്ട് എന്നാണ് ഓരോ കത്തും നമ്മോട് പറയുന്നത്. ഞാൻ നിന്നെ ഓർക്കുന്നത് കൊണ്ട് നീ എന്നെയും ഓർക്കണമെന്ന് അത് ശാഠ്യം പിടിക്കുന്നില്ലേ എന്നൊരു തോന്നലും ബാക്കിയാവുന്നു. ഇത്തരത്തിലുള്ള ഓർമ്മകൾ നിറയുകയാണ് നമ്മുടെ പോസ്റ്റ് ഓഫീസുകളിലും. രാജ്യം പോസ്റ്റൽ ദിനമായി ആചരിക്കുന്ന ഒക്ടോബർ 10 നമ്മൾ ഇന്ന്
പോസ്റ്റ് ഓഫീസുകളെക്കുറിച്ചോ കത്തുകളെക്കുറിച്ചോ ചിന്തിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ ചവറയിലെത്തിയാൽ പന്മന ഇടപ്പള്ളിക്കോട്ടയിൽ 3 ദശാബ്ദത്തിലേറെയായി പഞ്ചായത്ത് ഓഫീസിലെ വളപ്പിൽ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസ് കാണാം. ഈ പോസ്റ്റ് ഓഫീസിനും പറയാനുണ്ട് ഏറെ കഥകൾ. ഇടപ്പള്ളിക്കോട്ട പോസ്റ്റ് ഓഫീസിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് എൻ്റെ അറിവനുസരിച്ച് ഏകദേശം 30 വർഷത്തോളമായി. പഞ്ചായത്ത് ഓഫീസ് ഗ്രൗണ്ടിൽ ഇത് പ്രവർത്തിക്കുന്നുകൊണ്ട് ഉള്ള ഒരു പ്രയോജനം നമ്മുടെ പ്രദേശത്തെ സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ലഭിക്കുന്നു എന്നുള്ളതാണ്. പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട് ഓഫീസ് കോമ്പൗണ്ടിൽ വരുന്ന ഒരാളിന് തപാൽ ഓഫീസിൽ നിന്ന് നിരവധി സേവനങ്ങളാണ് ലഭ്യമാകുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സേവനം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട നമ്മുടെ പദ്ധതിയിലെ അംഗങ്ങളായ സാധാരണക്കാരായിട്ടുള്ളവർക്കാണ്. അവർക്ക് ഇവിടെ നിന്നും പണം നിക്ഷേപിക്കുന്നതിനും എടുക്കുന്നതിനും സൗകര്യപ്രദമായ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു. അങ്ങനെ നിരവധി സേവനങ്ങൾ ഇടപ്പള്ളിക്കോട്ട പോസ്റ്റ് ഓഫീസിൻ്റെ പ്രവർത്തനങ്ങളിൽ പഞ്ചായത്ത് ഓഫീസിൻ്റെ പരിസരത്ത് ലഭിക്കുകയാണ്. സ്ഥിര നിക്ഷേപങ്ങൾ വേറെ ഇവിടെ ഉണ്ട്. സാധാരണക്കാർക്ക് ഇവിടെ വരികയും പണം എടുക്കുന്നതിനും പണം അടയ്ക്കുന്നതിനുമുള്ള സൗകര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ചവറ ശങ്കരമംഗലം പോസ്റ്റ് ഓഫീസിന്റെ സബ് പോസ്റ്റ് ഓഫീസാണ് ഇത്. 3 ജീവനക്കാരാണ് ഇവിടെ ഉള്ളത്. ഒരു കാലത്ത് 100 കണക്കിന് കത്തുകളായിരുന്നു ഇവർ കൈമാറ്റം ചെയ്തിരുന്നത്. അത് 100 കണക്കിന് ആൾക്കാരുടെ നെഞ്ചിടിപ്പുകളും ജീവിതവും വികാരങ്ങളും താളങ്ങളും മോഹങ്ങളും മോഹഭംഗങ്ങളും ഒക്കെയായിരുന്നു. എന്നാൽ ഇന്ന് ഇവയെല്ലാം ഏറെ നിശ്ചലമായിരിക്കുന്നു. ആ നിശ്ചലതയിലൂടെയാണ് ഇപ്പോൾ ലോക തപാൽ ദിനവും കടന്നു പോകുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. ജനവാസ മേഖലയും വനമേഖലയും വേർതിരിക്കാൻ വനവകുപ്പ് നടപടി സ്വീകരിക്കണമെന്ന് CPM. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. ഈ സാഹചര്യത്തിൽ ജനവാസ മേഖലയും വനമേഖലയും വേർതിരിക്കണമെന്നാണ് CPM ആവശ്യപ്പെടുന്നത്. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയിലെ വന്യമൃഗ ആക്രമണത്തിന് പരിഹാരം കാണാൻ ജനവാസ മേഖലയും വനമേഖലയും വേർതിരിക്കണമെന്ന് CPM പിറവന്തൂർ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി കറവൂർ എൽ വർഗീസ് ആവശ്യപ്പെട്ടു. പിറവന്തൂർ പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയിലെ 5-ാം വാർഡിലെ പെരുന്തോൽ വാർഡിന്റെ ഭാഗമായിട്ട് ചാങ്ങപ്പാറാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു പ്രശ്നം എന്ന് പറയുന്നത് 77 മുമ്പേ ഇവിടെ കുടിയേറ്റ മേഖലയെ ആളുകൾ കൃഷി ചെയ്ത് ജീവിക്കുക, അതുപോലെ തന്നെ വീട്ടുമൃഗങ്ങളെ വളർത്തി ജീവിക്കുകയും ചെയ്തൊരു കാലഘട്ടത്തിൽ സുഖമായി പോയ സ്ഥലമാണ്. ഇപ്പോൾ സമീപകാലത്തായി ഈ വന്യമൃഗ ശല്യം കാരണം മൃഗങ്ങളെ ആക്രമിക്കുകയാണ്, അതുപോലെ തന്നെ കൃഷി മൊത്തം നശിക്കുകയാണ്. ജീവിതം ദുസ്സഹമാണ്. ആളുടെ രാത്രി കിടന്നു തുടങ്ങിയാൽ എണ്ണിക്കാൻ കഴിയുന്ന ഉറപ്പില്ല. സന്ധ്യ കഴിഞ്ഞാൽ ആൾ യാത്ര ചെയ്യാറില്ല. സന്ധ്യയല്ല, പട്ടാപ്പകൽ ഒരു ആനയുടെ വലിയ ശല്യം നിൽക്കുകയാണ്. ഇവിടെ ഈ മേഖലയെ സോളാറും അതുപോലെ തന്നെ കിടങ്ങും അതുപോലെ തന്നെ ഹാങ്ങിങ് ഫെൻസിങ്ങും അടിയന്തരമായി മാറ്റുകയും വനം മേഖലയും ജനമേഖലയും വേർതിരിക്കുന്നുള്ള സംവിധാനിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വന നിയമം ഏറ്റവും തടസ്സം നിൽക്കുന്ന മേഖലയാണ് ഇവിടെ. അതുകൊണ്ട് ജനജീവിതം ഏറ്റവും ദുസ്സഹമായ സാഹചര്യമാണ്. അടിയന്തരമായി ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ഉണ്ടാവും. കഴിഞ്ഞ പുലർച്ചെ പെരുന്തോയിൽ വാർഡിലെ ചാങ്ങപ്പാറ കുടപ്പാറയിൽ ലക്ഷ്മി നിവാസിൽ ഷിബിയുടെ കിണറ്റിൽ പുലി വീണത് നാട്ടിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. കിടങ്ങുകൾ സൃഷ്ടിച്ചും സോളാർ വേലിയും ഹാങ്ങിങ് സോളാർ വേലിയും അടിയന്തരമായി പൂർത്തീകരിക്കണം. പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്റർ ഉൾപ്പെട്ട റോഡുകൾക്ക് ഫണ്ട് വെച്ചാൽ വനംവകുപ്പ് തടസ്സം നിൽക്കുന്നതിനാൽ നിർമ്മാണം നടക്കാതെ ലാപ്സാകുന്നു. ഇതിൽ വനംവകുപ്പ് നീതിപൂർവകമായി നിലപാട് സ്വീകരിച്ചാൽ പലയിടങ്ങളിലും വനമേഖലയും ജനവാസ മേഖലയും വേർതിരിയും. വനംവകുപ്പ് കാട് തെളിക്കാത്തതിനാൽ നിലവിലെ കാനനപാതകൾ കാടിമൂടിക്കിടക്കുകയാണ്. 1977 മുമ്പ് കുടിയേറി താമസിച്ച് കൃഷിയും വളർത്തുമൃഗങ്ങളിലൂടെയും ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്ന ജനവിഭാഗങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വന്യജീവി ശല്യം മൂലം ഏറെ പ്രതിസന്ധിയിലാണ്. വളർത്തുമൃഗങ്ങളെയും നഷ്ടപ്പെടുന്നു. കൃഷി പൂർണ്ണമായും തകർച്ച നേരിട്ട് കർഷകർ ആത്മഹത്യാ മുനമ്പിലാണ്. വന്യമൃഗശല്യത്തിന് ആശ്രയമായി വളർത്തിയിരുന്ന നായ്ക്കളെ പുലി ഭക്ഷണമാക്കിയതോടെ നായ്ക്കളെ വളർത്താൻ കഴിയാത്ത സ്ഥിതിയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും കഴിയുന്നില്ല. റബ്ബർ ട്രാപ്പിങ്ങും മറ്റു തൊഴിലുകൾക്കും പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. കേന്ദ്ര സർക്കാർ നിലവിലെ നിയമം ജനങ്ങൾക്ക് വേണ്ടി ഭേദഗതി ചെയ്യണം. സോളാർ വേലി, ഹാങ്ങിങ് ഫെൻസിംഗ്, കിടങ്ങുകൾക്കായി MP ഫണ്ട് ഉപയോഗിക്കണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിച്ച് ജനജീവിതം സുരക്ഷിതമാക്കണമെന്നും കറവൂർ എൽ വർഗീസ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. ഉദ്യോഗസ്ഥരുടെ നടപടികളെ രൂക്ഷമായി വിമർശിച്ച് മന്ത്രി P. പ്രസാദ്. കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥർ ജനങ്ങളോട് ചക്രവർത്തിമാരെ പോലെയാണ് പെരുമാറുന്നതെന്ന് മന്ത്രി. ജനങ്ങളുടെ നികുതി പണമാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളമെന്ന് ഓർമ്മപ്പെടുത്തൽ. കേരളത്തിൽ 62 ലക്ഷം പേർക്കാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭ്യമാക്കുന്നതെന്ന് മന്ത്രി KN ബാലഗോപാൽ. കൊല്ലം ജില്ലയെ IT കോറിഡോറായി മാറ്റുന്ന നടപടികൾ പുരോഗമിക്കുന്നു. ചിന്നക്കട പുള്ളിക്കടയിൽ IT പാർക്കിനോടൊപ്പം വർക്ക് നിയർ ഹോമും സാധ്യമാക്കുമെന്ന് മന്ത്രി. PS സുബാലൻ MLAക്കെതിരായ വാചകങ്ങളുമായി SFI.
പുനലൂർ SN കോളേജിലെ വിജയത്തെ തുടർന്ന് SFI ഉയർത്തിയ ബാനറിലാണ് MLAക്കെതിരായ വാക്കുകൾ. സുബാൽ അടവ് പഠിച്ച സ്കൂളിലെ ഹെഡ്മാസ്റ്ററുടെ പ്രസ്ഥാനമാണ് SFI എന്ന പ്രധാന തലക്കെട്ട്. കരുനാഗപ്പള്ളിയിൽ 6 കോടിയുടെ വികസന പദ്ധതികൾക്കായുള്ള എസ്റ്റിമേറ്റ് ഉടൻ പൂർത്തിയാകുമെന്ന് റെയിൽവേ. 2 ലിഫ്റ്റുകൾക്ക് അനുമതി. കായംകുളത്ത് അമൃത് ഭാരത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നവംബറിൽ പൂർത്തീകരിക്കും. പ്ലാറ്റ്ഫോം ഷെൽട്ടറുകളുടെ നീളം കൂട്ടാനും നിർദ്ദേശം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.